സലീം കൽപ്പകഞ്ചേരി. അതായത് ഇപ്പോ പാലക്കാട് നഗരസഭ ഏതാണ്ട് പിടിക്കുമെന്ന് കണ്ടതോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തറക്കാൻ ഏതാണെങ്കിലും കോൺഗ്രസ് തന്നെ ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോ ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ഇതിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ആര്? KKച്ചനുണ്ട്, CJPക്കാരുണ്ട്. പാലക്കാടുള്ള CJP എന്ന് അറിയപ്പെടുന്ന കമ്മികളും അതുപോലെ തന്നെ BJP ആളുകളും രണ്ടു കൂട്ടങ്ങളും ഒരുമിച്ചിട്ടാണ് ഇപ്പോ നഗരസഭ അദ്ദേഹത്തിന്റെ വീട് കയറി കാടളക്കിയിട്ടുള്ള പ്രചരണമാണല്ലോ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നഗരസഭ ഏതാണ്ട് കയ്യിൽ നിന്ന് പോകും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കണം. അത് മാത്രമല്ല ഇപ്പോ പോയിട്ടുള്ള 3 പഞ്ചായത്തുകളും നഗരസഭയും അദ്ദേഹം തിരിച്ചു പിടിക്കും എന്നുള്ള പ്രചരണം വീട് കയറി അദ്ദേഹം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ട് പേടിച്ച് വിഭ്രാന്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഇതിന്റെ പിന്നില് CJPയുടെ പ്രവർത്തകരും ഇതിന്റെ പിറകിലുണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഒരു കൂട്ടം കോൺഗ്രസ് തന്നെ ഒരു കൂട്ടം ആളുകളും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും സജീവമായിട്ട് പങ്കെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പാലക്കാട്ടെ ഇന്ന മണ്ഡലങ്ങൾ ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ഈ KKച്ചൻ വിചാരിക്കുന്നത് ഇതല്ലേ, എടാ ഞാനിരിക്കുമ്പം നീ എന്തിനാടാ പറയുന്നേ എന്നുള്ള ആറ്റിറ്റ്യൂഡിലല്ലേ അവനെ ഇത്രയും ശോഭകേട് ചെയ്തത്. ഇനിയും പാർട്ടി പരിപാടിയിൽ കൂടെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ പണി ചെയ്തത്? അതെ 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 തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ നഗരസഭ എങ്ങാനും പിടിച്ചത് അവിടെയുള്ള 3 പഞ്ചായത്തും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ രാഹുലിന്റെ പ്രസ്റ്റീജ് ഒന്നും കൂടി ഉയർന്ന് ഗ്രാഫ് ഒന്നും കൂടി മുകളിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് കണ്ടില്ല, ഏതാണ്ട് 23,000-ലധികം ലൈക്കാണ് അദ്ദേഹത്തിന് ഇന്നലെ കിട്ടിയത് ഈ വിവാദം വന്നതിന് ശേഷവും. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു യുവജന നേതാവിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. അടുത്ത മിനിസ്റ്ററും ഭരണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ നല്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യുവജനക്ഷേമ ബോർഡോ അങ്ങനെ ചെയ്യുന്ന നല്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനൊക്കെ തുരങ്കം വെപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്. ഏതാനും ചില കോൺഗ്രസിന്റെ ആളുകൾ ഇപ്പൊ ഇന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായി ഇത്രയും പെണ്ണുകേസിന്, അതായത് ഇവനെ കുറിച്ച് പണ്ട് ഉണ്ണിത്താൻ പറഞ്ഞതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇത്രയും ഒരു ആഭാസനായിട്ടുള്ള ഒരുത്തൻ, അതായത് ഈ പാർട്ടിക്ക് പുറത്തു പോയി ഇവനെ തള്ളിക്കളഞ്ഞിട്ട് ഒരു 5 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി കിടന്ന് കരഞ്ഞവൻ, അൽവിനിൻ പട്ടേൽ എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തെ കളിയാക്കിയവൻ, ഇവന്റെ സ്വന്തം സഹോദരി ഇന്ന് ഇവന്മാരെ മുണ്ടുപൊക്കി കാണിച്ച് BJPയിൽ പോയി ഇരിക്കുകയാണ്. സ്വന്തം പെങ്ങളെ പോലും നിലയ്ക്ക് നിർത്താൻ വയ്യാത്ത ഈ പന്നനാണെന്ന് നീ വകുപ്പ് പഠിക്കുന്നെന്ന് ഓർക്കണം. അതെ 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 വളരെ ശരിയാണ്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ കള്ളരെന്നും കരിഞ്ചന്തക്കാരനെന്നും വിളിച്ച ആളാണ് ഈ ശ്രീ മുരളീധരന്. വടകര നിൽക്കുകയാണെങ്കിൽ 8 നില പൊട്ടിയിരുന്നു. തൃശ്ശൂർ പോലെയുള്ള സ്ഥലം അദ്ദേഹം പൊട്ടി. ഒരു ജനസ്വാധീനവും ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിനില്ല. അതുപോലെ ഇവന് പാലക്കാട് നിൽക്കാൻ കച്ചകെട്ടിയിരുന്നവന് ആ പാലക്കാട്ട് രാഹുൽ വന്ന് മത്സരിച്ച ആ കലിപ്പാണ് അവൻ തീർക്കുന്നത്. അതെ 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 തീർച്ചയായിട്ടും അത് തന്നെയാണ്. പാലക്കാട് ഇവന്റെ പേര് വന്നിരുന്നല്ലോ, അപ്പൊ ആ കലിപ്പും കൂടി അദ്ദേഹത്തിനുണ്ട്. പാലക്കാട് ഇതുപോലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ പോലെ ഒരു കളവൻ അവിടെ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞാൽ അവിടെയും അദ്ദേഹം പരാജയപ്പെടും. അപ്പൊ അതൊക്കെയാണ് ഇതിന് പിറകിലുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രമാത്രം സംഘാടന വൈഭവവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനോട് ഒന്നാമത് മറുപടി പറഞ്ഞാൽ എത്തുകയില്ല എതിരാളികൾക്ക്. മികച്ച സംഘാടന വൈഭവം അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അതേമാതിരി തന്നെ വോട്ട് കവലകളിൽ ഇദ്ദേഹത്തിന് ആളുകൾ മറുപടി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒപ്പം എത്താൻ കഴിയുന്നില്ല. രാഷ്ട്രീയ എതിരാളികളുടെ മാത്രമല്ല കോൺഗ്രസിലുള്ള നേതാക്കന്മാരുടെ കൂടി പേടി സ്വപ്നമായി മാറിയതാണ് രാഹുലിനെ ഇവന്മാർ ഇതുപോലെ ക്രൂശിക്കാനുള്ള കാരണം. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് പാലക്കാടുള്ള ഓരോ അമ്മമാരും പിന്നെ യുവാക്കളും എല്ലാ അവാന്തര വിഭാഗം ജനങ്ങളും ഇദ്ദേഹത്തെ വളരെ നല്ല പാലക്കാടിന്റെ മാനസപുത്രനായിട്ടാണ് അംഗീകരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിന്റെ സ്നേഹം, ആളുകളുടെ ഇടയിലുള്ള ഇടപഴകൽ കാരണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ 10 വീടിന്റെ
പിന്നെ പണിയാണ്. അവിടെ തറക്കല്ലിട്ട് അവിടെ ഇപ്പൊ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇവനെ ഒതുക്കാനുള്ള ആളുകള് ഇവർക്ക് എന്തൊക്കെ വിഭ്രാന്തി വരികയാണ്. അതായത് പാലക്കാടിനെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നയിക്കാൻ പ്രാപ്തനാണ് എന്ന് അദ്ദേഹം അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും കരിവാരി തേക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേക്കച്ചന്റെ മുഖഭാവം കണ്ടായിരുന്നോ? എടാ നിനക്കട്ടെ, ഞങ്ങൾ ഇത്രയും പണി തന്ന് ഒതുക്കിയിട്ടും നീ അവിടെയും അടങ്ങിയിരിക്കുന്നില്ല, നീ അവിടെയും ഷൈൻ ചെയ്യുവാൻ നോക്കുവാണോ, എന്നാ നിന്നെ ശരിയാക്കി തരാമെന്ന ഒരു മുഖഭാവം, അവന്റെ ഒരു ഇളിവല്ലായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്? തീർച്ചയായും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മുന്നണിക്ക് നേതൃത്വം കൊടുത്ത് മുന്നണിയെ നയിച്ച് ഈ കോലത്തിൽ പരാജയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിനും ഇത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. മുന്നണിയെ നയിച്ച് ആകെ പിന്നെ തുടർഭരണം, ഐക്യ കേരളം പിറന്നതിന് ശേഷം ഒരു തുടർഭരണം ഉണ്ടായിട്ടില്ല. ഇക്കോലത്തിൽ മുന്നണിയെ ആക്കി പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതിന്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തിനും അത് മാത്രമല്ല മുന്നണിയെ മടുത്തുപോയി എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ ഇത്യാദി രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്റ്റീജ് തകർക്കാൻ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനം ജനമനസ്സുകളിലാണ്, യുവാക്കളിലാണ്, പ്രായമുള്ളവരുടെ പിന്നെ മകനായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. പാലക്കാടിന്റെ മുക്കുമൂലകൾ മക്കൾ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് ഒരു മകനാണ്, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുമക്കൾക്ക് ഒരു തണലാണ് രാഹുല്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് ഇവർ പിന്നെ നിഷ്കാസനം ചെയ്യാൻ, ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ എന്നാണ് ഇവർ കരുതുന്നത്. തൽക്കാലം അവരുടെ ആ ആഗ്രഹം പൂവണിയില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ ഈ നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക്. ഞാൻ PV പ്രസാദ്, മല്ലപ്പള്ളി. യഥാർത്ഥ പൊളിറ്റിക്കൽ ഹീറോ രാഹുൽ മാങ്കൂട്ടമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. ഇന്നലത്തെ പത്രസമ്മേളനം മാത്രം മതിയായിരുന്നു ദൃഷ്ടാന്തമായിട്ടുള്ളത്. അവർ പ്രകോപിപ്പിക്കാൻ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഒരു സെക്കൻഡ് പോലും അദ്ദേഹം പ്രകോപിതനായില്ല. അതാണ് യഥാർത്ഥ പൊളിറ്റിക്കൽ ഹീറോ. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ട്. നീതിന്യായ കോടതി ഞാൻ പറയാം, മാധ്യമ കോടതി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ചങ്കൂറ്റം ഉണ്ടല്ലോ, അതൊന്നും ഇവിടുത്തെ ഒരു കേക്കച്ചനും ഇല്ല. ഇന്ന് കേക്കച്ചന്റെ പത്രസമ്മേളനം കണ്ടോ? അയാൾ ദേഷ്യപ്പെടുകയായിരുന്നു ആൾക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് മറുപടി പറയാതെ. അവിടെയാണ് യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ വില അറിയുന്നത്. നാളുകളിലെ കേരളത്തെ നയിക്കാനുള്ള ഹീറോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഓൾ ദ ബെസ്റ്റ്. രമേശ് ചെന്നിത്തല ഇവരൊക്കെ എന്താണ് ഈ ഇലക്ഷന്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇയാൾ എന്താ പറയുന്നത്? ഇവര് വോട്ട് ചോദിക്കാൻ പോവോ? കോൺഗ്രസിന് ആരെങ്കിലും വോട്ട് ചെയ്യാമെന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ കിളവന്മാരെ കൊണ്ടുള്ള ശല്യം, ഇവന്മാരൊക്കെ ചെവി പിടിച്ച് പുറത്ത് വലിച്ചെറിയുടെ സമയം കഴിഞ്ഞു. എന്തെന്നാ ഈ തെണ്ടികളൊക്കെ, എന്തോ ഒരു കഷ്ടാണ്. ആ ചെക്കനായിട്ട് വലഞ്ഞ് ആ സ്വർണ്ണ കള്ളക്കടത്തിന് അതിന് പിന്നെ കുറെ എണ്ണം ജയിലിൽ പോയിട്ട് പോലീസ് പിടിച്ചോണ്ട് പോയി ജയിലിലായി. അതിനൊന്നും ഇവർക്ക് പ്രതികരിക്കാനോ പറയാനോ ഒന്നും ഇവർക്ക് സമയമില്ല. ഇവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നടക്കുക. ഒരാളോട് ചെന്ന് ഒരു വോട്ട് ചോദിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഇവർ AC കാറിലും പിന്നെ പാർട്ടിന്റെ ചെലവിലും തിന്ന് കൂറ്റന്മാരായി നടക്കുക എന്നല്ലാതെ ഇവരെക്കാളും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട. പാർട്ടിയിൽ പുറത്ത് നിൽക്കുന്ന ആള് വോട്ട് ഇലക്ഷൻ ഇതിന് ഇറങ്ങാൻ പാടില്ല. ഇവനൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് മനസ്സിലായില്ല. മറ്റുള്ളവർ ഇവനെ തകർക്കാൻ, ഈ പാർട്ടിയെ തകർക്കാനാണ്, ഈ പാർട്ടിയെ അധികാരത്തിലേറരുത് എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ തരത്തിലുള്ള ചാനലുകാരും ചില ആളുകളും കൂടി കൂടിയിട്ട് ഗൂഢാലോചന നടത്തി കൊണ്ടുവരുന്ന ഈ കാര്യത്തിന് എന്തിനാണ് ഇവരും കൂടി ഇത് വക്കാലത്ത് ഏറ്റുപിടിക്കുന്നത് മനസ്സിലാകുന്നില്ല. വെറുപ്പ് തോന്നുക. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. എനിക്ക് ഈ ചാനലിൽ നോക്കുമ്പോഴേ എനിക്ക് അറപ്പാവുക. ഞാൻ ഈ ഇവരെ News 8 24 റിപ്പോർട്ടറോ ഒന്നും ഞാൻ കാണില്ല. എൻ്റെ വീട്ടിലെ TV തന്നെ വരെ അത് ഓപ്പണാക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്തൊരു ഇതാണ്, സങ്കടം വരിക. ഇയാളെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരും കൂടി ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അവസ്ഥ? ഈ കേക്കച്ചനേക്കാളും പന്ന നാറിയാണ് ഈ അടുക്കള വേണു. അവനും പന്നിത്തലയനും ഇവന്മാര് 3 പേരും ഇവിടെ കേരളത്തിൽ നമുക്ക് വേണ്ട. ആ സുധാകരനെ പോലുള്ളവരോ അല്ലെ പാവപ്പെട്ട ശശി തരൂരിനെ പോലുള്ളവരോ വിവരമുള്ളവരെയൊക്കെ പിടിച്ചാക്കണം. ഈ നാറികൾ 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്.
വന്നു കഴിഞ്ഞാൽ ഇല്ല, ഒരു മാസം പോലും ഇവന്മാർ ഭരിക്കൂല സാറേ. അങ്ങനെയുള്ള അന്തരീക്ഷമാണ് ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ എനിക്ക് ഈ കണ്ടെടുത്തോളം എല്ലായിടും ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത്. ഈ വേണു ഒട്ടും വേണ്ട സാറേ. ബീഹാറിൽ നിന്ന് ഇവൻ അടി കൊള്ളാതെ മുൻകൂർ ജാമ്യം എടുത്ത് ഒളിച്ചോടിയവനാണ് ഈ വേണു എന്ന് പറയുന്ന അടുക്കള കോവാലൻ. ഇവനെ ഇവിടെ ഒരു കാരണവശാലും ഇവ ഏതൊക്കെ സംസ്ഥാനത്ത് പോയിട്ടുണ്ടോ അവിടെ എല്ലാം കുളം തോണ്ടിയിട്ടേ ഉള്ളു. അവൻ മഹാചറ്റയാണ്. ഇവന്മാരെ രണ്ടെണ്ണത്തിനേക്കാളും ചെറ്റ ഇവനാ മുൻപന്തിയിൽ ത്രാസിലിട്ട് തൂക്കിയ ഇവനാ മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനോട് ഇരിക്കുന്ന പ്രശ്നം ഉണ്ടാവരുത്. ഇവൻ പാരനാറിയാണ്. എല്ലാവർക്കും പാര പണിയുന്ന ഈ ഒറ്റ ഒരുത്തനാണ് ഈ വേണു എന്ന് പറഞ്ഞ വാണം വേണു. യുവമാര് ഈ പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതല്ലേ, ഇവന്മാരെ 3 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോട്ടെ. ഈ കേക്കച്ചൻ പോകും CPM-ല്, മറ്റവന്മാർ 2ലും BJP-യിൽ പോകും. ഒരു സംശയമില്ല. അതിൽ രാഹുലിനെ സമ്മതിച്ചു കൊടുക്കണം. രാഹുൽ ഇത്രയും നാളായിട്ട് പാർട്ടി തള്ളി പറയുകയോ അല്ലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറ്റം പറയുകയോ രാഹുൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതാണ് ആണെന്ന് പറയുന്നതിൻ്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടം. എല്ലായിടവും തോറ്റ് തുന്നം പാടിയ ഇനി കേരളത്തിൽ വന്നിരിക്കുകയാണ്. കേരളവും കൂടെ കോൺഗ്രസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവ നിൽക്കുന്നത്. ഇവ ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചുകൊണ്ടാണ് ഈ അടുക്കള കോവാലം വന്നിരിക്കുന്നത്. ഇനി കേരളം കൂടെ ഇല്ലാമയാക്കി കൊടുത്തു കഴിഞ്ഞാൽ മോദി പിടിച്ച് വലിയ സ്ഥാനം കൊടുക്കും. അതിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഇവന്റെ നാടകം കളിയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഇവന്റെ ഉപദേശം കേട്ട് മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധിയെ തിരുത്തുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. അല്ലാതെ കോൺഗ്രസിനെ നശിപ്പിക്കാനല്ല അദ്ദേഹം നോക്കുന്നത്. ഇവൻ പറഞ്ഞ് അയാളെ കൂടെ ഇവന്റെ പോലെ മന്ദബുദ്ധിയാക്കി വെച്ച് കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള ഏർപ്പാട് ഇവൻ ചെയ്തു വെച്ചിട്ടാണ് ഇവൻ അവിടുന്ന് വലിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവൻ പ്രശ്നം ഉണ്ടാകും, കോൺഗ്രസ് ഇല്ലാതാവും. ശശി തരൂർ ഉള്ളത് മുഖത്ത് നോക്കി പറയും. അത് കോൺഗ്രസ് നശിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കെ സുധാകരൻ മുഖ്യമന്ത്രി അല്ലെ മുരളീധരൻ കിടക്കുമല്ലേ? ആരെല്ലാം കിടക്കും? എത്ര നല്ല നേതാക്കന്മാർ കിടക്കുന്നത്. ഈ 3 സാധനം ഉള്ളോ ഇവിടെ? യവന്മാർ ഈ 3 ആർക്കും വേണ്ടാതെ ഇവന്മാർ ഇവിടെ കാണാൻ ഇറങ്ങി നിന്ന് ഇവനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? കൊല്ലത്ത് ബോട്ട് ചട്ടി കൊണ്ടുവച്ച് പോലെ ഈ നാരികളെ ഏതാന്ന് ആരും തിരിഞ്ഞു നോക്കത്തില്ല. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടോ ശശി തരൂരോ മുരളീധരനോ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരട്ടെ. ആരെല്ലാം അവരെ കാണും. വിശ്വനാഥ്, ഷാഫി പറമ്പിൾ, ഇങ്ങനെയുള്ള എത്രയോ നല്ല നേതാക്കന്മാർ കിടക്കുന്നത്. ഇന്ന് ഞാൻ പാലക്കാട്ട് നിന്ന് രാഹുലിന്റെ കാര്യം പറയാൻ വിളിച്ചതാണ്. ഇന്നലത്തെ പൊട്ടിക്കല് കണ്ടായിരുന്നോ? അവനെന്താ പൊട്ടനാണോ? എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കണേ. ഇവരിനെയൊക്കെ കൂടിയിട്ട് നമ്മള് എന്താ ഈ പാലക്കാട്ടിലെ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് ഈ മാധ്യമങ്ങളിലും പിടിക്കണം. ആദ്യം ഈ പുറമേ നിന്നിട്ട് എനിക്ക് ഗർഭം ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അവൻ ഈ വാട്സപ്പില് ഈ ഇത് ഇടാൻ വേണ്ടി അവൻ അത്രമാത്രം പൊട്ടനാണോ രാഹുല്? എനിക്ക് കുട്ടി വേണമെന്ന് അവൻ വാട്സപ്പില് ചാറ്റ് ചെയ്യേ. അവനെന്താ പൊട്ടനാ? അല്ല, ഇവരെന്താ ഉദ്ദേശിക്കണ അവനെ കുറിച്ചിട്ട്? ഞാൻ രാഹുലിനെ ഈ 3-4 ദിവസം മുമ്പ് പോയി ഞാൻ കണ്ടായിരുന്നു. കണ്ട് ഞാന് എനിക്ക് എന്റെ ഒരു എന്താ പറയാ വിഷമം ഞാൻ അവനോട് പറഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ച കരഞ്ഞ് എനിക്ക് എന്റെ ഒരു വിഷമം മാറണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു. ഓഫീസിൽ എന്റെ ചെരുപ്പാടൊക്കെ ഞാൻ മറന്നു വെച്ചിട്ട് വന്നു അവനെ കണ്ട ആവേശത്തിന്. ഞാൻ അത് കഴിഞ്ഞത് ഇന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ തൃപ്പയാറ് പോയിരിക്കുകയായിരുന്നു, അമ്പലത്തിലേക്ക് പോയി അവന്റെ പേരിൽ വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാ വന്നു. പക്ഷെ ഇവര് ഒരു മനുഷ്യനെ അവൻ താഴില്ല എങ്കിൽ പോലും ഞാൻ ചോദിക്കാം, നമ്മളെ പോലെയുള്ളവര് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനൊരു സങ്കടവും വേദനയൊക്കെ വരില്ലേ? വാട്സപ്പില് ഞാൻ വേറൊരു വാർത്തയിലും കൂടി കണ്ടേ, ആ ചാറ്റ് മാത്രം പറഞ്ഞു. ഈ ചാറ്റൊക്കെ ഇവര് എന്താ ഗർഭം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഗർഭം എനിക്ക് വേണം എന്നൊക്കെ പറയുന്ന ഈ സ്ത്രീ ആരാണ്? അല്ല, ഇവര് പറയുന്ന സ്ത്രീ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതവിടെയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നേരിട്ട് കൊടുക്കാം. നേരിട്ടെല്ലാം തവല്ല അയച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ സ്ത്രീ അവിടെ വേണമല്ലോ. ഈ സ്ത്രീ പറയുന്ന സംഭവമേ കാണാനില്ല. ഇത് വെറുതെ അപ്പുറത്ത് നിന്നിട്ട് എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്താ ഞാൻ പറയാ, ഇതിനെയൊക്കെ സിനിമാ നടി പറയുന്നത് പുരുഷന്മാർക്ക് ഒരു സേഫ്റ്റിയും ഇല്ല. പുരുഷന്മാര് ഈ സ്ത്രീകൾ എന്തെങ്കിലും വന്ന് വെളിവ് കേട്ട പോലെ എന്തെങ്കിലും പറയണമെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ രാഹുൽ ചോദിച്ചതിനൊരു പോയിന്റ് ഉണ്ട്. എന്താണ്, നിങ്ങൾ ഇങ്ങനെ ഒരു വോയിസ് വന്നെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചോ? നിങ്ങള്
ഇത് നിന്റെ ആണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തതാണെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയാം. അല്ലെങ്കിൽ വെറുതെ നിന്റെ വോയിസ് ആണ് പറഞ്ഞ് ചോദിച്ചോണ്ട് പോണതിൽ എന്താ അർത്ഥം? അപ്പൊ സാറിന്റെ ഒരു വോയിസ് കിട്ടി, സാറ് മാധ്യമത്തിലാണ് സാർ എന്ത് ചെയ്യുക, രാഹുൽ ഇതെങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്, അത് തന്റെ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു നമ്മള് പബ്ലിസിറ്റി ചെയ്യുന്നത് ശരിയല്ലേ? ഇത് അവന്റെ അടുത്തൊന്നും കേൾക്കില്ല. അതിന് ഇവരെന്നെ അത് ഉണ്ടാക്കുകയാണല്ലോ, ഗർഭം ഇവരെന്നെ ഉണ്ടാക്കുകയാണല്ലോ. ഞാൻ ചോദിക്കണത് അല്ല സാറേ, ഈ വാട്സപ്പില് ഗർഭം ഉണ്ടാക്കുന്നത് മാത്രം ഇങ്ങനെ അതില് ഇട്ട് ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, ഞാൻ ഒരാളിനെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ഒരാളിനെ സ്നേഹിക്കുകയാണ്, ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയും ഒന്നിലെ ചേട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള പേര് അതില് ആഡ് ചെയ്യും ഇല്ലേ? അങ്ങനെയാണ് ഒരു നോർമല് പ്രേമവും സ്നേഹവും ഒക്കെ. ഇത് രാഹുൽ മാങ്കൂട്ടം. അപ്പൊ ഞാനും പറയുന്ന ഈ ചാറ്റ് വിടുന്നതില് അതിൽ ആ നമ്പർ അവന്റെ ആണോ എന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല സാറേ? അതൊക്കെ അത് കാണുമ്പോൾ കറത്തില്ല, കൃത്യമായിട്ട് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയേക്കുന്നതാണത്. ഞാൻ ചോദിക്കുന്നത് അവന്റെ മൊബൈലിൽ നിന്ന് അയച്ചാലല്ലേ ഇവർക്ക് വാട്സപ്പും കൂട്ട്സപ്പും ഒക്കെ വരുള്ളൂ. ഇത് അവന്റെ നമ്പറിൽ നിന്ന്, അവൻ പൊട്ടനല്ല, അവൻ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അപ്പൊ അവൻ ഇത്രയും ഈ പാർട്ടിയിലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കുമ്പോ പോട്ടെ, അതിന്റെ മുമ്പ് തന്നെ സ്നേഹിച്ചോട്ടെ, ഇതൊക്കെ സ്നേഹിക്കുമ്പോ അവനറിയാലോ ഇതൊക്കെ രേഖയാണ് എന്നുള്ളത് അറിയില്ലേ ഈ വാട്സപ്പിൽ കൂടെ? അങ്ങനെയൊന്നും അയക്കില്ല, അവൻ അയക്കൂല, അങ്ങനെ ചെയ്യൂല. അവൻ ഇന്നും പറയുന്നുണ്ട് നിയമവിരുദ്ധമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന് നല്ല ബോധമുണ്ട്. അവര് ഇപ്പൊ എന്താണെന്നറിയോ, പാലക്കാട് അവൻ കിടന്ന് കുലുക്കുന്നുണ്ട്. അവിടെ പാലക്കാട് സർവ്വ വീട്ടിലും കയറി ഇറങ്ങുന്നുണ്ട് അവൻ. അപ്പൊ ഇവർക്ക് കാണുമ്പോഴേ ഒരു എന്താ പറയാ, ഇവർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടാവും. ഈ കേക്കച്ചൻ എന്താ അടിയന്തരത്തിന് വന്നിരിക്കണമെന്ന് അറിയില്ലല്ലോ. അവന് ആ പാലക്കാട്ടിലെ പെണ്ണുങ്ങള് തൂലും കൊണ്ട് അടിച്ച് ഓടിച്ചാ വേണ്ടില്ല. നാറി ഇവൻ ഒരുത്തനാണ് അവന് ഈ കോലം ആക്കിയിട്ടത്. അവന്റെ അടുത്ത് ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് പാർട്ടിയിലുള്ളവരെല്ലാരും കൂടിയിരുന്ന് ആലോചിച്ച് ഇനി മേലാലും ഇതിങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന്, നമ്മുടെ പാർട്ടിക്ക് മോശം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്, അങ്ങനെയൊക്കെ നമ്മളൊരു മക്കളെ ഉപദേശിക്കും പോലെ ഉപദേശിക്കാം. അപ്പൊ അതൊന്നും ചെയ്യാണ്ട് ഇപ്പൊ കൊളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ പോയിരിക്കണ്. അത് എന്റെ അടുത്ത് ഇവിടെ കംപ്ലീറ്റ് പാർട്ടിക്കാരും പറയുന്നുണ്ട് കേട്ടോ സാറേ. എന്താ പറഞ്ഞ ഇവൻ എന്താണ് രാഹുലും ഷാഫിയൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ ഇതില് വരുന്ന ആൾക്കാരാണ്, ഇവന്റെ കെയറപ്പിൽ വരുന്നതല്ല. അപ്പൊ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ കെയറപ്പിൽ വരുമ്പോ ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് അവര് യൂത്ത് കോൺഗ്രസ് അവരുടെ ആൺകുട്ടികളല്ലേ, അവരത് പ്രകടനം കാണിക്കുമ്പോ ഇവൻ കിടന്ന് ഇനി ഇവന്റെ മേലെ പോവോ എന്നുള്ള ഒരു തോന്നൽ ഇവനുണ്ട്. അതിന് ഇവൻ നാണം കെടുത്തി അടിച്ചു താത്തിയിടുകയാണ്. അവനൊന്നും താഴില്ല, അവൻ ഇതെന്നൊക്കെ വലിച്ചു കേറി വരും. ഞങ്ങളൊക്കെ അവന്റെ കൂടെ ഇല്ലേ. ഇവരെല്ലാം ഇവരെ അച്ഛൻ മുത്തപ്പൻ വന്നാലും അവരൊന്നും തളർത്താൻ കഴിയില്ല. അവൻ നല്ല ചോണക്കുട്ടി പോലെ നല്ല ആരോഗ്യത്തോടെ നിൽക്കേണ്ടവൻ, അങ്ങനെയുള്ളവന്. ഞാനിത് ചോദിക്കണം, ഈ വാട്സപ്പിന്റെ ഇത് മാത്രം കുറച്ച് ഇത് മാത്രം ഇങ്ങോട്ട് അയച്ചു വിട്ടിരിക്കണേ. അപ്പൊ ഇത് അന്ന് തന്നെ അങ്ങോട്ട് മുഴുവൻ വിട്ടുകൂടെ? എന്തിനാണ് ഇന്ന് വിടുന്നത്? അന്ന് തന്നെ ഇവർക്ക് വിടുമ്പോ ഒന്നിച്ച് വിട്ടുകൂടെ? ഇന്ന് അവൻ പിരാരി പഞ്ചായത്തിലും മാത്തൂര് പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും എല്ലാം പാലക്കാട് മുനിസിപ്പാലിറ്റിയില്, ഞാനന്ന് പോകുമ്പോ മുനിസിപ്പാലിറ്റിയില് ഒരിഞ്ഞ പ്രശ്നങ്ങളാണ്. എന്താ പറഞ്ഞ പണം ഉള്ളവന് നോമിനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, പണം ഇല്ലാത്തവന് കൊടുക്കാൻ പറ്റില്ല, BJP. അപ്പൊ അതിന്റെ അവൻ തർക്കിച്ച് അവൻ വിജയിക്കുന്ന അവിടെ വായടിച്ച് അത്ര ആൾക്കാരെ അവൻ നടത്തണം. പിന്നെ അവൻ പോസ്റ്റ് ഔട്ടാൻ പോണം, അവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. അതൊക്കെ അവൻ ഇത്രയും പേര് ദോഷം കേട്ടിട്ട് പിന്നെ അവൻ കിടന്ന് തിളങ്ങുമ്പോ ഇവർക്കൊന്നും പറ്റണില്ല. അതാണ് സംഭവം. ഞാൻ ഈ കാസർഗോഡ് കുമ്പളെന്ന് വിളിക്കുന്നേ. ആരാണ് ഇത്? എന്റെ പേര് ആയിഷാന്ന്. ഞാൻ മാങ്കൂട്ടത്തിന് വിളിച്ചത്. ഞാൻ 5 നിസ്കരിക്കുന്ന വൈദ്യുതി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഓനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് വിജയിപ്പിക്കണം. ഓനിക്ക് ഒരു ആപത്തും വരല്ല, പഠിച്ച ഓനെ കാക്കും. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ഈ ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? രാഹുലിനെതിരെ ഈ ശോഭകേടെല്ലാം ചെയ്യുന്നത് ആരാന്നറിയാമോ? എല്ലാം അറിയും. ആരാ? അത് സതീശനല്ലേ? ഓൻ ചെയ്യുന്നതെല്ലാം അറിയാം. എല്ലാം ഞാൻ ഈ ദിവസം നിങ്ങളത് നോക്കുന്നുണ്ട്. ബേജാറാണ് കാണുമ്പോഴേക്ക്. അത് ഓനെ നന്നാക്കട്ടെ. ഓന് നല്ല മോനായിട്ട് ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പൊ 64 വയസ്സുണ്ട്. എന്റെ മോൻ എന്റെ പുള്ളിന്റെ വയസ്സാവും. എനിക്ക് അങ്ങനത്തെ ഉള്ള ഓനെ നന്നാക്കട്ടെ. ഓന് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പഠിച്ച രീതി കൂട്ടിട്ട്. ഇവന്മാർ ഇവനെ ശോഭകേട് ചെയ്ത് ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രാഹുൽ എന്തെങ്കിലും സംഭവിക്കുമോ? അത് പണി കാറ് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതല്ലേ. എന്ത് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവല്ലോ. അത്ര ധൈര്യത്തിലൊന്നും അതുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ചെറുപ്പത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ടാവും, മുണ്ടിയിട്ടുണ്ടാവും, സ്നേഹിച്ചിട്ടുണ്ടാവും. എനിക്ക് വേണേറ്റ് പോലെ താത്തി പറയാൻ വേണ്ടിട്ട് എന്നെ എടുക്കുന്ന പണി ഇത്. അത് എന്ത് ചെയ്യാലോ. ഞാൻ 5 10 നിസ്കരിക്കുന്ന പോയാൽ പഠിച്ചവനോട് തീർക്കുന്നുണ്ടോ എനിക്കും വേണ്ടിയിട്ട്. ഓനെ വിജയിപ്പിക്കാണ്ടിരിക്കാലോ. ഓനാണ് നല്ല മോനായിട്ട് ജീവിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും മതി എനിക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.